നിനക്കു നിഴലായി എന്നെ ഞാൻ ഒതുക്കി വച്ചതും നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നു എന്ന തോന്നൽ കൊണ്ടെൻ കനവേ. നീ പോയി ഒന്ന് ഫ്രഷ് ആയി വാ, എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. ഇച്ചായ പോവല്ലേ പോവല്ലേ ഇച്ചായ, എനിക്ക് പേടിയാ. ഇല്ല പേടിക്കണ്ട, ദേ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാ, ഇവിടെ ആരും നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നോ വേണ്ട ഇച്ചായ, ഇച്ചായ പോവല്ലേ. എബി ഞാൻ ഐ ട്രസ്റ്റ് യു. എബി നീ കരയുവാണോ? എന്താടാ? എനിക്കെന്തോ എനിക്ക് ഒറ്റക്ക് കിടക്കാം പേടിയാവോ. അയ്യേ അതാണോ കാര്യം? അതിന് നിന്നെ ആരും ഒറ്റക്ക് കിടത്തുന്നത്? നിന്റെ കൂടെ ഇന്ന് നിന്റെ ഈച്ചാനുണ്ട്. ഞാൻ വെള്ളം എടുക്കാൻ പോയതല്ലേ, വാ കിടക്ക്. എബി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നാട്ടിൽ നിന്ന് ഇതുപോലുള്ളൊരു അഭ്യാസം എനിക്ക് നേരിട്ടിട്ടുണ്ട്. ചർച്ച് വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ഫോറിനേഴ്സിന്റെ അടുത്ത് നിന്ന്. അന്ന് എന്നെ രക്ഷിച്ചത് പള്ളിയിലെ ഫാദർ ആയിരുന്നു. ആരില്ലാത്തവർക്ക് വേറെ ആരാ ചോദിക്കാൻ വരാൻ? ഫാദർ തന്നെയാ എന്നെ പഠിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ അവർക്ക് എന്നെ വേണമായിരുന്നു. അതിന് പകരമായി അവരൊരു വലിയ എമൗണ്ട് തന്നെ പള്ളികൾക്ക് സംഭാവന ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ പള്ളി കമ്മിറ്റിയും അത് ശരിവെച്ചു. പള്ളിയുടെ ചിലവിൽ ജീവിക്കുന്ന എന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് അവർ കരുതി കാണും. പക്ഷേ ഫാദർ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ് അവര് വലിയ ഏതൊരു സെക്സ് റാക്കറ്റിൽപ്പെട്ടവരാണെന്ന്. ഇങ്ങനെ അനാഥരായ കുട്ടികളെ അവർ കൊണ്ടുപോയി അവരുടെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുമെന്ന് ഫാദർ തടഞ്ഞപ്പോഴേക്കും എല്ലാം ഫാദറിന്റെ കൈവിട്ടു പോയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാ ഇച്ചായന്റെ പപ്പ വഴി. നിങ്ങളുടെ ആറ്റ പപ്പ? നമ്മുടെ പപ്പ. കേരളത്തില് ഞങ്ങളുടെ കമ്പനിയുടെ ഇന്റർവ്യൂ നടക്കുന്നത് അറിഞ്ഞത് ആരും അറിയാതെ എന്നെ കൊണ്ട് അത് അറ്റൻഡ് ചെയ്യിപ്പിച്ചതും ഫാദർ തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഓടി ഒളിച്ചതാ ഇങ്ങോട്ട്. പക്ഷേ ഇവിടുന്നും ഇങ്ങനെ ഉണ്ടാകുമെന്ന്
ഞാൻ ഒട്ടും കരുതിയില്ല. എന്തിനായിച്ചായ അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? എന്തിനായിച്ചായ എന്റെ അനുവാദം ഇല്ലാതെ അവരെന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു? എന്തിനായിച്ചായ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് കർത്താവിന് പറ്റാത്തതെന്താ? നിന്റെ ഈ കണ്ണീര് മാത്രം നിങ്ങളുടെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. പിന്നെ നീ ചോദിച്ചല്ലേ കർത്താവിനെന്താ നിന്നെ ഹാപ്പിയാക്കാൻ ഇഷ്ടമില്ല? ആര് പറഞ്ഞു? നീ ഇപ്പോൾ ഉള്ളത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കയ്യിലാണ്. സോ അത് പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം. നിന്നെ വേദനിപ്പിച്ച ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അത് ഏച്ചായി നിനക്ക് തരുന്ന പ്രോമിസാണ്. അതുപോലെ തന്നെ ഇനി നിന്റെ ഈ കണ്ണ് പറയാൻ ഞാൻ അനുവദിക്കുകയില്ല. ഏച്ചായി ഉള്ളിടത്തോളം കാലം നീ ഹാപ്പി ആയിരിക്കണം. അത് നിന്നെക്കാളും ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ഇച്ഛായന് വേണ്ടി എൻ്റെ എബിമോൻ ഈ ഒരു കാര്യം പാടെ മറന്നേക്കും. ഓക്കെ? ഇനിയുള്ളത് ഫ്യൂച്ചർ മാത്രം നോക്കിയാൽ മതി. നമുക്ക് ഇനി ഈ പാസ്റ്റ് ഒന്നും വേണ്ട. ഞാനുണ്ടാവും എന്നും നിന്റെ കൂടെ, നിനക്ക് വേണ്ടി. ഇച്ചായ എന്നാർക്കും കൊടുക്കല്ല ഇച്ചായ. എനിക്ക് ഇച്ചായൻ്റെ കൂടെ നിന്നാൽ മതി. എന്നെ വിട്ടു പോവല്ല ഇച്ചായ. എന്നാർക്കും കൊടുക്കല്ല ഇച്ചായ. നിന്നെ കൊടുക്കാനോ? ആർക്ക്? അതിന് ഈ ചായ മരിക്കും. നിന്റെ അനുവാദമില്ലാതെ എൻ്റെ കൈകളിൽ നിന്ന് ആരും കൊണ്ടുപോയില്ല. അതിന് ഞാനൊട്ട് സമ്മതിക്കുകയില്ല. ഇപ്പൊ എൻ്റെ മോൻ ഇതൊന്നും ആലോചിക്കണ്ട. ഒരുപാട് കരഞ്ഞതല്ല. സോ ഇനി ഈ കരച്ചിൽ വേണ്ട. ഇപ്പൊ കിടന്നുറങ്ങിക്കോ. ഓക്കെ? ആരിത്? നിന്റെ തള്ള. എന്തേ പിടിച്ചില്ലേ? ഇപ്പോഴേലും നിങ്ങളൊന്ന് അംഗീകരിച്ചു വന്നല്ലോ നിങ്ങളൊരു തള്ളയാണെന്ന്. ഡേ, എന്റെ വായിലെടുക്കുന്ന രാവിലെ തന്നെ നീ കേക്കണ്ട. എക്സ്ക്യൂസ് മീ, സൈഡ് പ്ലീസ്. ഇനി യൂട്യൂബ് കണ്ടിരുന്നു. പപ്പ, എബി, മോനെ നീ ഓക്കെ അല്ലടാ? ആ പപ്പ, ഞാൻ ഓക്കെയാ. ഗുഡ്. അങ്ങനെ വേണം. അല്ലാതെ എന്തേലും ഇൻസിഡന്റ് നടന്നെന്ന് കരുതി അത് വെച്ച് സങ്കടപ്പെട്ടിരിക്കരുത്. നീ എന്ത് നോക്കി നിൽക്കാടാ? ഒന്ന് അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ കൊച്ചിനെ ഞാൻ ഒന്ന് കാണട്ടെ. മോനെ എബി, ഡാ, എന്റെ മോന്റെ മേത്ത് കൈ വെച്ചിട്ടുണ്ടേൽ പിന്നെ അവൻക്ക് ആ കൈ വേണ്ട. നീ അതങ്ങ് എടുത്തേക്ക്. അത് പറയാനുണ്ടോ? മമ്മിക്ക് വേണ്ടി അവന്റെ കയ്യും എനിക്ക് വേണ്ടി അവന്റെ ഒരു കാലും ഞാൻ ഇങ്ങോട്ട് എടുക്കും. എന്തായാലും കൊല്ലണ്ട. Yes, Dad. എന്തേ? എങ്ങോട്ട് പോവാ? അവരെ എന്തെങ്കിലും ചെയ്യാൻ അവരായിട്ട് ഇനി ഒന്നിനും പോവണ്ട. എനിക്ക് പേടിയാച്ചായ. നീ എന്തിനാ പേടിക്കുന്നേ? നിന്നെ വേദനിപ്പിച്ചവരെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ പിന്നെ ഞാൻ നിന്റെ ഇച്ഛായനാന്ന് പറഞ്ഞു നടക്കുന്നതില് വല്ല കാര്യമുണ്ടോ?
പിന്നെ മമ്മി പറഞ്ഞേ കേട്ടതല്ലേ, മമ്മിയുടെ വാക്കിന് ഞാൻ കുറച്ചധികം വില കൊടുക്കുന്നുണ്ട്. ഇച്ചായന് എന്തേലും പറ്റിയ പിന്നെ ഞാൻ എനിക്കൊന്നും വരില്ല. അതുമല്ല, ഞാൻ പെട്ടെന്ന് വരും, പ്രോമിസ്. നീ ഇപ്പോ പപ്പയുടെ മമ്മിയുടെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോഴേക്കും ഞാനിങ്ങെത്തും. നീ എന്താ ഈ പറയുന്നേ? കംപ്ലൈന്റ് ഇല്ലെന്നോ? യെസ്, നോ. അവനെ വേദനിപ്പിച്ചവനെ നീ അപ്പൊ വെറുതെ വിടാനാണോ ഉദ്ദേശം? അതെ, അയാൾ എന്റെ കമ്പനിയിലെ പ്രോഗ്രാം മാനേജറാണ്. അയാൾ ഇവിടെ സെല്ലിൽ കിടക്കേണ്ട ആളല്ല. ഓ, അപ്പൊ നിന്റെ കമ്പനി റെപ്യൂട്ടേഷനാ നിനക്ക് വലുതല്ലേ? ഞാൻ അതിന് സമ്മതിക്കില്ല. അതുമല്ല, ഞാൻ ആൾക്കെതിരെ സ്വമേധയാ ഞാൻ കേസ് ചാർജ് ചെയ്യും. ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ആ കേസിന് എന്ത് വാല്യൂവാ? എന്തായാലും ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല, റിലീസ് ചെയ്യും. അത് തീരുമാനിക്കേണ്ടത് നീയാണോ? എബിയ വിക്ടിം. സോ അവൻ പറയട്ടെ. സമ്മതിക്കില്ലേ? എബി, ഇച്ചായ എവിടാ? ഇച്ചായന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഐ ആം ഓക്കെ എബി. ഞാനിപ്പോ സ്റ്റേഷനിലാ. അയാൾക്കെതിരെ കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞ് അയാളെ റിലീസ് ചെയ്യാൻ വന്നതാ. അപ്പോ ഈ സാം സാറ് പറയാ അത് നീ തന്നെ പറയണമെന്ന്. ഫോൺ ലൗഡില്ല, നീ പറഞ്ഞോ എന്താന്ന് വെച്ചോ. ഇച്ചായൻ എന്താ തീരുമാനിച്ചത് അതാ എന്റെയും തീരുമാനം. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇച്ചായൻ പറഞ്ഞ മാതിരി എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. കേട്ടല്ലോ എബി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാവേ. ഞാൻ ആദ്യം ഇതൊന്ന് സെറ്റിൽ ചെയ്യട്ടെ. ഓക്കെ ഇച്ചായ. ഇനി പ്രോബ്ലം ഒന്നുമില്ലല്ലോ? നിന്റെ കമ്പനി റെപ്യൂട്ടേഷന് വേണ്ടി നീ അവന്റെ നീതിയാ നിഷേധിക്കുന്നത്. നീതി? അവൻ തൊട്ടത് എക്സസി കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി അല്ല. അതുകൊണ്ട് തന്നെ അവനുള്ള പണിഷ്മെന്റ് ഞാൻ നേരിട്ട് കൊടുത്തല്ല. നീ ചെയ്യുന്നത് അത് റൂൾസിന് അഗെയിൻസ്റ്റ് ആണോ? ഓ, റൂൾസ് ഒക്കെ അതേപടി ഫോളോ ചെയ്യുന്ന മിസ്റ്റർ സാമുവൽ കുര്യൻ. ഓ, താങ്ക് യു സർ. സാർ എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയല്ലോ. അവനാ സാർ എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നേ. അപ്പൊ പിന്നെ എത്രയായാലും ഞാനും ഒരു വികാരമൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ. പക്ഷെ ആളെ കണ്ടപ്പോഴേക്കും അവൻ ഇങ്ങനെ എന്നെ കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ അവന്റെ ഒരു അഭിനയം! വാ പോകാം. എങ്ങോട്ടാ സാർ? എന്റെ കമ്പനി റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതായത്. സോ അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അതെ സർ, അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവിടെയാണോ സർ അവനെ കൊണ്ടുവന്നേ? അതേതായാലും നന്നായി. എന്തായാലും നമ്മൾ അവനെ പൂട്ടും. സോ സാറിന് വിരോധമില്ലെങ്കിൽ അവനെന്നെ ഒന്ന് മോഹിപ്പിച്ചതല്ലേ, അതുകൊണ്ട് സാറിന് അവന്റെ മേലൊരു കണ്ണുണ്ടെന്ന് ഓഫീസിലൊരു റൂമറുണ്ട്. അങ്ങനെയാണ് സാറിന്റെ കഴിഞ്ഞാൽ മതി, എനിക്ക് തിടുക്കമൊന്നുമില്ല. സർ, നിർത്തടാ ചേട്ടെ.
എന്റെ കീഴിൽ പണിയെടുത്ത് എന്റെ ശമ്പളവും വാങ്ങി എന്റെ ചെക്കന്റെ മേലെ തന്നെ നീ കൈവെക്കുമല്ലേ? പിന്നെ ഓഫീസിലുള്ള റൂമർ, അത് വെറും റൂമറല്ല, എന്റെ പ്രാണനാവണം. അവനെയാ നിന്റെ ഈ കൈ കൊണ്ട് തൊട്ടെ. ഇനി നിനക്ക് ഈ കൈയിന്റെ ആവശ്യമില്ല. എന്റെ ചെക്കനെ വേദനിപ്പിക്കാൻ നോക്കിയതിൽ ഇനിയുള്ള ജീവിതം മുഴുവൻ നീ റിഗ്രറ്റ് ചെയ്യണം. അതിനാ ഇത്. ഇനി നീ ഈ ഒറ്റക്കാല് വെച്ച് നടന്നാ മതി. നിന്റെ 2 കൈയും ഒരു കാലുമേ എന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നീ ഇത്രയും നേരം നിന്റെ ഈ വൃത്തികെട്ട വാ കൊണ്ട് എന്റെ ചെക്കനെ പറഞ്ഞു. അത് കേട്ട് ഞാൻ എങ്ങനെ പോകും? അങ്ങനെ റൂബൻ മാത്യുവിന്റെ ചെക്കന്റെ മേത്ത് കൈവെക്കാൻ പോയിട്ട് അവനൊന്ന് മോശമായി നോക്കാൻ പോലും ഇനി ഒരുത്തനും ധൈര്യം കാണിക്കരുത്. അതുകൊണ്ട് നിന്റെ ഈ പുഴുത്ത നാവ് കൂടി ഞാൻ ഇങ്ങെടുക്കുക. ആ വന്നോ നീ? എന്താടാ ഇത്രയും ടൈം എടുത്തേ? ഇവിടെ ഒരാള് നിന്നെ കാണാൻ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആണോ? എങ്ങനാ? കലിപ്പാണോ? ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഫോൺ അടിച്ചിട്ട് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായടാ നീ പോയ കാര്യം? ഇനി അവൻ തല പൊക്കോ? എവിടുന്ന്? നീ അവനെ കൊന്നില്ലല്ലോ? ഇല്ല പപ്പാ. ആ പിന്നെ കൈയിന്റെ കാലിന്റെ കൂടെ ഞാൻ അവന്റെ നാക്കുകൂടി ഇങ്ങെടുത്തു. പിന്നെ എന്റെ ചെക്കൻ അനാവശ്യം പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണം? മതി മതി, അതേതായാലും ഞാൻ സെറ്റിൽ ചെയ്തോളാം. താങ്ക് യു ഡാഡ്. ഡാ ഇവിടെ സംസാരിച്ച് നിൽക്കാതെ ഉള്ളിലൊരാള് ആദ്യം പിടിച്ച് നടക്കുന്നുണ്ട്. ആളെ വന്ന് പോയി ഓക്കെ ആക്ക്. അയ്യോ ഞാനത് വിട്ടു. നേരത്തെ വരാമെന്ന് ഞാൻ അവന് പ്രോമിസ് ചെയ്തതാ. ഇവിടെ ഇരുന്ന് ചിരിക്കാതെ ഞാൻ ഇതുപോലെ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കും. അപ്പൊ ശരിയെന്നാ, ഞാൻ എങ്ങനെയാലും അവനെ ഒന്ന് കൂളാക്കട്ടെ. ഒരാളെ ജീവച്ചവാക്കിട്ട് വന്ന ആളാണ് ഹെവിയെ പേടിച്ച് ഇപ്പൊ ഓടിപ്പോയനെന്ന് കണ്ടാ പറയൂ. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. എത്രയൊക്കെ വലിയ ഭീകരനാണെന്ന് പറഞ്ഞാലും അവര് തോറ്റുപോകുന്ന ഒരൊറ്റ സ്ഥലമേ ഉണ്ടാകും. അത് അവന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിലാ. അതാ നീ ഇപ്പൊ കണ്ടേ. എബിയോടുള്ള അവന്റെ പ്രണയം സത്യമാ, എനിക്ക് നിന്നോടുള്ളതുപോലെ. എബി, അയ്യോ ലെവൻ ഫുൾ ഓൺ ആംഗ്രി മൂഡിലാണല്ലോ. ഇനി നോക്കിയിട്ട് കാര്യമല്ല റൂബൻ, കീഴടങ്ങിക്കോ, അതാ നല്ലത്. സോറി 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 സോറി. എവിടെ ആയിരുന്നു ഇച്ചായ? നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? എന്താ ഞാൻ ഫോൺ അടിച്ചിട്ട് പോലും എടുത്തില്ലല്ലോ? ഫോൺ കാറിലായിരുന്നടാ, അതുകൊണ്ടാ ഞാൻ ഫോൺ അടിച്ചിട്ട് എടുക്കാഞ്ഞേ. പിന്നെ ലേറ്റ് ആയത് ചായ കള്ളം കണ്ടുപിടിക്കാൻ നോക്കല്ലേ? ഞാനോ? ഞാനതിന് ഒന്നും പറയണ്ട. എന്നോട് പ്രോമിസ് ചെയ്ത് പോയതല്ലായിരുന്നു. എന്നിട്ട് ലേറ്റ് ആയി വന്നതും പോരാ, എന്റെ ഫോണും എടുത്തില്ല. ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചെന്നറിയോ? അയ്യേ, എന്റെ അഭി കരയാണോ? എന്താടാ ഇത്? ഞാൻ ഇങ്ങ് വന്നില്ലേ, ഇപ്പതാ നിന്റെ മുന്നിൽ നിൽക്കുന്നു. പിന്നെ എന്തിനായി കണ്ണീര്? പിന്നെ ഫോൺ എടുക്കാഞ്ഞത് ഞാൻ മനഃപൂർവ്വമല്ല, സത്യമായിട്ടും ഫോൺ കാറിലായിരുന്നു. ഇത്രയും ലേറ്റ് ആയപ്പോ ഫോൺ അടിച്ചിട്ട് എടുക്കാതെ കൂടെ ആയപ്പോ ഞാനാകെ. നീ എന്നെ ഇത്ര കുറച്ച് കാണല്ലേ?
നിന്റെ ഇച്ചായൻ ഒന്നുമില്ലല്ലോ ഒരു ബോക്സിംഗ് ചാമ്പ്യൻ അല്ലടോ. അവനൊക്കെ എനിക്കൊരു എതിരാളിയായിട്ടേ തോന്നിയിട്ടില്ല. അല്ല, അയാൾ എന്നിട്ട് എന്താ ചെയ്തേ? അവന് എന്തായാലും കൊന്നിട്ടില്ല. ബട്ട് ഇനി അവൻ സ്വയം മരണത്തെ കുറിച്ച് ചിന്തിച്ചു പോകും. എന്തിനാ അയച്ചാൻ അതിനൊക്കെ പോയെ? അയാള് സാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ലായിരുന്നോ? സത്യം പറഞ്ഞ ഞാനും ലീഗലി മൂവ് ചെയ്യാനായിരുന്നു കരുതിയെ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി അവനെ അങ്ങനെ വിട്ടു കഴിഞ്ഞാ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ നിനക്കതൊരു ഭീഷണിയാകും. അതുകൊണ്ടാ ഞാൻ എന്റെ രീതിയിൽ തന്നെ അവനെ ഡീൽ ചെയ്തത്. ഇനി അവൻ എഴുന്നേക്കില്ല. എന്നാലും ഞാൻ സാമിനോട് കംപ്ലൈന്റ് ഇല്ലാന്നൊന്നും പറയണ്ടില്ലായിരുന്നു. ആൾക്കാകെ സങ്കടമായി കാണും. ഒന്നുമില്ലേലും എന്നെ രക്ഷിച്ചതല്ലേ. ഞാൻ എന്തായാലും സാമിനെ വിളിച്ചോണ്ട് സോറി പറയട്ടെ. ഈ ടെൻഷന്റെ ഇടയിൽ ഞാനത് വിട്ടു. ഓ നിന്റെ ഒരു സാം, നീ എന്തിനാ സോറി പറയുന്നേ? അങ്ങനെ ഇപ്പൊ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചായ, ആ ഫോൺ ഇങ്ങ് തന്നേ. ഇത് കിട്ടിയിട്ട് നീ നിന്റെ സാമിനെ വിളിച്ചത് തന്നെ. ഇച്ചായ, അതിങ്ങ് താ. ഇങ്ങ് താ ഇച്ചായ. ഇപ്പൊ എന്തായാലും നീ ആരെയും വിളിക്കാൻ പോകുന്നില്ല. ഇത്രയും നേരം എന്നെ മിസ് ചെയ്തിരുന്നിട്ട് ഇപ്പൊ എന്നെ കണ്ടപ്പോ നീ സാമിനെ വിളിക്കാൻ പോവേ? ആഹാ, അതെനിക്കൊന്ന് കാണണല്ലോ. നീ ഇപ്പൊ ആരെയും അങ്ങനെ വിളിക്കണം. ചായ വിടന്നെ. അങ്ങനെ ഞാൻ നിന്നെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മോനെ. അപ്പ എന്തും താങ്കളുടെ കരുത്ത് നിനക്കുണ്ടായിക്കോട്ടെ. സാം അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാം. സാമിന്റെ ബർത്ത്ഡേയുടെ അന്ന്. സോ ബി റെഡി ഫോർ ദ റിയാലിറ്റി.